നിന്റെ മക്കളെ മര്യാദ പഠിപ്പിക്കേണ്ട ബാധ്യത നിനക്കുണ്ട് പാപ്പ. നീ നാട് നന്നാക്കാനും നാട്ടുകാരെ നന്നാക്കാനും പള്ളിയിലെ ഉസ്താദിനെ നന്നാക്കുന്നതിന് മുമ്പ് സ്വന്തം വീട്ടിൽ രക്തത്തിൽ പറന്ന ആ 15 വയസ്സുള്ളവനെ ഒന്ന് നേരെയാക്കി കാണിക്ക്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാതെ നടന്നിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതികെട്ടിത് പറഞ്ഞു തരുമ്പോ ഇന്ന് നിസാരമാണ്, കളിയാണ്, തമാശയാണ്, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമല്ലോ, ഫർദ ധരിച്ചുകൊണ്ട് എന്ത് പേക്കൂത്ത് വേണമെങ്കിലും കാണിക്കാമല്ലോ. ഉസ്താദേ ഞാൻ ഇങ്ങനെയേ നടക്കൂ എന്ന് പറയുന്നവർ, എടാ നിനക്ക് ഈ രാജ്യത്ത് എന്ത് കാണിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ, എന്ത് വേണമെങ്കിലും നിനക്ക് ചെയ്യാം, അതിനുള്ള അവകാശം നിനക്കുണ്ട്. അല്ലാഹു പറഞ്ഞല്ലോ, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറാ വ ഇമ്മാ കഫൂറാ. അല്ലാഹു നിനക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അല്ലാഹു നിനക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. പ്രായപൂർത്തിയായ ഒരു ചെറുപ്പക്കാരനോട് അല്ലാഹു പറയുകയാ, ഇതാ സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. കള്ള് കുടിക്കാൻ പറ്റൂല, വ്യഭിചരിക്കാൻ പറ്റൂല, പലിശ തിന്നാൻ പറ്റൂല. ഇതിലേ പോകുകയാണെങ്കിൽ നിസ്കരിക്കണം, ഖുർആൻ ഓതണം, നോമ്പ് പിടിക്കണം, ഞാൻ പറയുന്നത് പോലെ നീ ജീവിക്കണം. ഇങ്ങനെ ജീവിച്ചാ നിനക്ക് സ്വർഗത്തിൽ പോകാം. ഈ കാണുന്ന വഴി എന്തു വേണമെങ്കിലും ചെയ്യാം. ഒരാൾ പോലും നിന്നെ തടയാനില്ല, ഒരാൾ പോലും നിന്നോട് ചോദിക്കാനില്ല. എന്തു വേണമെങ്കിലും നിനക്ക് കാണിക്കാം. പക്ഷേ ഇതെന്റെ അവസാനം നരകമാ. ബുദ്ധിയുള്ളവനല്ലേ, ബുദ്ധിയുള്ളവനല്ലേ, ചിന്തിക്കടാ മനുഷ്യ, തെരഞ്ഞെടുക്കടാ മനുഷ്യ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, ഉസ്താദന്മാര് ഖുർആനിന്റെ ആയത്തോതിയിട്ട് ഇതൊക്കെ പറയുമ്പോ, തലയിലെ ഒരു മുടി പോലും വെളിയിലിടല്ലേ എന്ന് പറയുമ്പോ, തലയിൽ ഷാളിടാത്ത പെണ്ണുങ്ങൾ, മാറിടം കാണിക്കുന്നവർ, വയറ് തുറന്നിട്ട് കൊണ്ട് നടക്കുന്നവർ, പടച്ചവനെ പറയാൻ കഴിയില്ലല്ലോ. അങ്ങനെയുള്ള രീതിയിൽ നടക്കുന്ന മുസ്ലിമേ, എന്തു വേണമെങ്കിലും നിനക്ക് കാണിക്കാം. പക്ഷേ അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് നീ മറക്കരുത്. നീ എന്ത് കാണിച്ചാലും കുഴപ്പമില്ല, നീ അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് ഓർത്തു വെച്ചോ. ഏതായത്തും മറന്നാലും ഈ ആയത്ത് നീ മറക്കരുത്. ഈ ആയത്ത് ഹൃദയത്തിന്റെ അകത്ത് നീ എഴുതി വെച്ചോ. ഇത് നീ പേടിക്കേണ്ട ആയത്താടാ. അല്ലാഹു പറയുകയാ, ആരൊക്കെ പറഞ്ഞിട്ടും മുടിവെട്ടാതെ നടക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവേ വാപ്പ ഉപദേശിച്ചു, ഉമ്മ ഉപദേശിച്ചു, ഉസ്താദന്മാരുപദേശിച്ചു, എന്നിട്ടും പടച്ചവനെ എനിക്ക് മോഡലാണ്, എനിക്ക് ഫാഷനാണെന്ന് പറഞ്ഞ് മുടി വളർത്തി നടക്കുന്ന ചെറുപ്പക്കാരാ, മുട്ടുമക്കളിന്റെ ഇടയിലുള്ള സ്ഥലം ഔറത്താണെന്ന് പഠിച്ചിട്ട് കീറിയ പാൻറ്റും ധരിച്ച് നടക്കുന്ന യുവത്തവേ, തലമറക്കണം, ശരീരം മറക്കണം, ഫർദ ഇടണം, ഹിജാബ് ഇടണം, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, ഇതൊക്കെ കാറ്റിൽ പറത്തിയിട്ട് നടക്കുന്ന പെങ്ങളെ, എന്തു വേണമെങ്കിലും നീ മറന്നോ. ഖുർആനിലെ ഒരായത്ത് മറക്കരുത്, ഖുർആനിലെ ഒരായത്ത് മറക്കരുത്. ഏതായത്തെന്നറിയോ? അല്ലാഹുവേ 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയുണ്ടല്ലോ, സ്വഹാബത്തൊരു യുദ്ധത്തിന് വേണ്ടി കടന്നു പോവുകയാ, സഹാബത്തൊരു യുദ്ധത്തിന് വേണ്ടി കടന്നു പോവുകയാ. അങ്ങനെ യുദ്ധത്തിന് വേണ്ടി ഒരു നാട്ടിലൂടെ പോകുമ്പോ ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുകയാണ്. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണിനെ കണ്ടപ്പോ സഹാബികൾ ഒരു ചെറുപ്പക്കാരൻ ആ പെണ്ണിനോട് പ്രണയം തോന്നുകയാണ്. അല്ലാഹുവേ, ആര് പറഞ്ഞിട്ടും അവിടെ നിന്ന് കേൾക്കുന്നില്ല. തന്റെ ആഗ്രഹം പോയി പറയുകയാണ്. സുന്ദരിയായ പെണ്ണിന്റെ മുന്നിൽ പോയിട്ട് തന്റെ ആഗ്രഹം അവിടെ നിന്ന് പറയുകയാ, നിന്നെ എനിക്ക് വേണമെന്ന് പറയുമ്പോ പെണ്ണു പറഞ്ഞു, എന്റെ മതത്തിലേക്ക് വന്നാൽ ഞാൻ സമ്മതിക്കാം. അവൾ യഹൂദിയായിരുന്നു, ഇവൻ മതം മാറുകയാണ്, പെണ്ണ് കെട്ടുന്നതിന് വേണ്ടി മതം മാറുകയാണ്, അല്ലാഹുവിന്റെ ദീൻ അവിടെന്ന് വലിച്ചെറിയുകയാണ്. ആരൊക്കെ പറഞ്ഞിട്ടും കേൾക്കാതെ അവിടെന്ന് മതം മാറി ആ പെണ്ണിനെ വിവാഹം കഴിച്ചു. എല്ലാവർക്കും വലിയ വിഷമമായി. ആ യുദ്ധം പോലും പരാജയപ്പെട്ടു പോയി. പടച്ചവനെ, കൊല്ലങ്ങൾ കഴിഞ്ഞു.
വർഷങ്ങൾ കഴിഞ്ഞു. അന്ന് യുദ്ധത്തിന് വന്നിരുന്ന ഒരു സ്വഹാബി ആ നാട്ടിലൂടെ പോകുമ്പോ പണ്ട് മതം മാറിയ കൂട്ടുകാരനെ ഓർമ്മ വന്നു. അവനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. അവസാനം കണ്ടുപിടിച്ചു, തന്റെ പഴയ കൂട്ടുകാരനെ കണ്ടുപിടിച്ചു. അവിടുന്ന് വിശേഷങ്ങൾ ചോദിച്ചു. അവസാനം ചോദിക്കുന്നു, ചെറുപ്പക്കാരാ, നീ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചവനായിരുന്നല്ലോ, നീ ഹാഫിളായിരുന്നല്ലോ, നീ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചവനായിരുന്നല്ലോ. എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആനിൽ എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ എല്ലാ സൂറത്തുകളും ഞാൻ മറന്നുപോയി, എല്ലാം ഞാൻ മറന്നുപോയി. ഒരേ ഒരായത്ത് ഓർമ്മയുണ്ട്, ഒരേ ഒരായത്ത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്റെ ചെറുപ്പക്കാരാ, ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ധിക്കാരികളെ പോലെ, അഹങ്കാരികളെ പോലെ അല്ലാഹു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ട് നന്ദിയില്ലാത്തവനെ പോലെ പടച്ചറപ്പിനെ പുറങ്കാലുകൊണ്ട് ചവിട്ടിയിട്ട് മതിമറന്ന് ജീവിക്കുന്ന യുവത്വേ, അല്ലാഹു പറയുകയാ, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഇത് ഭീഷണിയാടാ, ഇതൊരു ഭീഷണിയാടാ. അല്ലാഹു നിന്നോട് പറയുകയാ, അല്ലാഹു നിന്നോട് ഓർമ്മപ്പെടുത്തുകയാ, എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ. ഞാൻ പറയുന്നത് കേൾക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനാണെങ്കിൽ എന്തു തോന്നിവാസവൻ കാണിച്ച് നടന്നോടാ. ഓന്തോടിയാ എവിടെ വരെ ഓടുവടാ. പഴഞ്ചൊല്ല് പറയുവല്ലോ, ഓന്തോടിയാൽ എവിടെ വരെ ഓടും, നീ പോയാ എവിടെ വരെ പോകാനാടാ, നീ പോയാൽ എവിടെ വരെ പോകുമടാ. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫർദയും ഹിജാബ് വിട്ടുകൊണ്ട് വീഡിയോ എടുത്തിട്ട് ഈ ഉമ്മത്തിനെ കളിയാക്കുന്ന യുവത്വേ, ഇന്ന് പറയാതിരിക്കാ കഴിയില്ലല്ലോ. യൂട്യൂബ് എടുത്തു നോക്കിയാൽ, പഠിച്ചവനെ ഇൻസ്റ്റാഗ്രാം എടുത്തു നോക്കിയാൽ, തലമറയ്ക്കുന്ന പെങ്ങളോട്, വീഡിയോ പിടിക്കുന്ന പെങ്ങളോട് പറയുന്നു, നീ വീഡിയോ എടുത്താ പോരെ, എന്തിനാ മോളെ തലമറയ്ക്കുന്നത്, എന്തിനാ പെങ്ങളെ ഫർദയിടുന്നത്, എന്തിനാ ഈ ഉമ്മത്തിനെ നാണം കെടുത്തുന്നത്, നിനക്ക് കാണിക്കണമെങ്കിൽ കാണിച്ചാ പോരെ. പെങ്ങൾ ഒരു കാര്യം ഓർത്തോ, അല്ലാഹു പറയുകയാ, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. എവിടെ പോയാലും, ഈ ദുനിയാവിന്റെ ഏത് മൂലയിൽ പോയാലും എന്റെ മുന്നിലേക്ക് തന്നെ നീ തിരിച്ചു വരണമെന്ന് മറക്കരുത്. അല്ലാഹു പറയുകയാ. ഇന്ന് കയറി നോക്കിയിട്ടുണ്ടോ? മൊബൈലൊക്കെ കയറി നോക്കാതിരിക്കല നല്ലത്. ഫർദ ഇട്ട പെണ്ണിന്റെ വീഡിയോ കാണാൻ, ഡാൻസ് കാണാൻ, എന്തൊക്കെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആണുങ്ങളും പെണ്ണുങ്ങളും ഇപ്പം ചാമ്പലിന്റെ കാലവാ, അല്ലാഹു കാക്കുമാറാകട്ടെ. കുറെ കാലം ചാമ്പലായിരുന്നു, പള്ളിക്കമ്മറ്റിക്കാർ വരെ ചാമ്പോയപ്പോ. അലച്ചേക്ക്, അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കുന്നവന്മാര് മുഴുവനും എല്ലാരും ഇങ്ങനെ നിൽക്കും. പ്രസിഡന്റ് വന്നിട്ട് കാല് പൊക്കി വെച്ചിട്ട് ചാമ്പിക്കും. നാളെ റബ്ബെടുത്തിട്ട് ചാമ്പുന്നത് കാണാം. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു പറയുകയാ, നീ എവിടെ പോയാലും തിരിച്ച് എൻ്റെ അടുത്ത് തന്നെ വരും. എങ്ങനൊക്കെ നടന്നാലും അവസാനം എൻ്റെ അടുക്ക് തന്നെ നീ തിരിച്ചു വരും. നടന്നോ. അതെന്നെ എനിക്കും പറയാനുള്ളൂ, എന്നോടും നിങ്ങളോടും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് ഞാൻ പറഞ്ഞത് നിങ്ങളോടല്ല, ഞാൻ വഴുതു പറയുന്നത്. നിങ്ങൾ വിചാരിക്കും ഇവൻ എന്താടാ ഞങ്ങളെ മുഴുവൻ ഇങ്ങനെ പറയണം. ഞാൻ വഴുതു പറയുന്നത് നിങ്ങൾ ആരെയും നന്നാക്കാനല്ല, എനിക്ക് നന്നാകാനാണ്. അള്ളാഹു എന്നെ ഒന്നും നന്നാക്കി തരുമാറാകട്ടെ. കരുണയില്ലാത്ത മനുഷ്യന്മാര് ഒരാമീൻ പറ. ഇത്രയും പേരില്ലേ, ആരുടെയെങ്കിലും ഒരു ആമീൻ അല്ല കേട്ടാ ഞാൻ രക്ഷപ്പെടും. അള്ളാഹു എന്നെ നന്നാക്കുമാറാകട്ടെ. ഒന്നുകൂടെ പറ. ഉസ്താദന്മാരൊക്കെ ഇരിക്കുന്ന എല്ലാവരും ആമീൻ പറ. അള്ളാഹു എന്നെ നന്നാക്കുമാറാകട്ടെ. ഇത്രയും പണ്ഡിതന്മാർ ഇവിടെ ഇരിക്കുമ്പോൾ ഈ പാവപ്പെട്ടവൻ വഴുതു പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരുപാട് പണ്ഡിതന്മാരുള്ള ആലിമീങ്ങളുള്ള നാടല്ലേ. അൽഹംദുലില്ലാ. പാവാട് ഉസ്താദ്, അതുപോലെ തന്നെ പാറന്നൂർ ഉസ്താദ്, ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് പണ്ഡിതന്മാർ എല്ലാവരും. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നിങ്ങളെയും നന്നാക്കുമാറാകട്ടെ. എല്ലാവരും നന്നാകണം. ഞാൻ പ്രസംഗിച്ചാൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഷാള് ഞാൻ കഴുകിയാൽ ആദ്യം വെളുക്കുന്നത് ഷാളല്ല, എൻ്റെ കയ്യാ. കഴുകുന്നവൻ്റെ കയ്യ ആദ്യം വെളുക്കുന്നത്, പിന്നെയാണ് വസ്ത്രം വെളുക്കുന്നത്. അതുകൊണ്ട് ആദ്യം എനിക്ക് വെളുക്കണം, നമുക്കെല്ലാവർക്കും വെളുക്കണം. അള്ളാഹു വെളുപ്പിച്ച് തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, സഹോദര, എവിടെ പോയാലും തിരിച്ചങ്ങോട്ട് തന്നെ പോകണം.
നാട്ടുകാർ പറയും ഓൻ തോടി എവിടെ വരെ ഓടുന്നു, അതിനൊരു പരിധിയുണ്ട്, തിരിച്ചങ്ങോട്ട് തന്നെ പോകണം. ഈ ചിന്ത എനിക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ നന്നാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സംഘാടകർ ബക്കറ്റ് എടുത്തു, 10:30 കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വലിയ ലക്ഷ്യമാണ്, ഒരു വലിയ ക്യാമ്പസാണ് ഇവർ സ്വപ്നം കാണുന്നത്. അൽഹംദുലില്ലാ, സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. ആരും മോസിന് കൊടുക്കണ്ട. അസ്സദഖത്തു റദ്ദുൽ ബലാ, സദക്ക വിപത്തിനെ തട്ടിമാറ്റും. ഇതിന്റെ അർത്ഥം അറിയാത്ത ആരുമില്ല. ഈ സദക്ക കൊടുത്താൽ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് അറിയാത്ത ആരുമില്ല. എല്ലാവർക്കും അറിയാം, കൊടുക്കില്ല. ഉദാഹരണം ചോദിക്കട്ടെ, ഇന്ന് വഴുത് കഴിഞ്ഞു, 11 മണിക്ക് വീട്ടിൽ പോയി, ഭക്ഷണമെല്ലാം കഴിഞ്ഞു, കിടന്നുറങ്ങാൻ തയ്യാറായി, ബാത്റൂമിന്റെ അകത്തേക്ക് കയറിയപ്പോ കാല് തെറ്റിയിട്ടൊന്ന് താഴെ വീണു, തല പോയി ഭിത്തിയിലടിച്ചു, ബുദ്ധിയില്ല, അനക്കമില്ല. പൊക്കിയെടുത്തുകൊണ്ട് കോഴിക്കോട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യണം. ഇത്തിരി സീരിയസാ. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തും പറയാൻ പറ്റൂ. നാളെ രാവിലെ സുബഹിക്ക് പള്ളിയിലെ ഉസ്താദിൻ്റെ അടുക്കൽ വരുന്നു, കോളേജിൽ വരുന്നു. ഉസ്താദെ, മുത്തല്ലിമീങ്ങളെ വിളിച്ചിരുത്തിയിട്ടൊന്ന് ദുആ ചെയ്യിപ്പിക്കണം, 2000 രൂപ കയ്യിൽ. ഒരു സദക്ക കൊണ്ടുപോയി കൊടുത്തിട്ട് പറയാ, ഉസ്താദേ വാപ്പ വെന്റിലേറ്ററില്ല, ഐസിയുവിലാ, രക്ഷപ്പെടാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. അപ്പൊ നിനക്കറിയാം സദക്ക കൊടുത്താൽ രക്ഷപ്പെടുമെന്ന്. അപ്പൊ അറിയാഞ്ഞിട്ടല്ല നിനക്ക്. അതുകൊണ്ടാണോ നബി തങ്ങൾ പറഞ്ഞത്, എന്തിനാ വീഴാൻ കാത്തിരിക്കുന്നേ, വീഴുന്നതിന് മുമ്പേ കൊടുത്താ പോരെ. സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, സദഖത്തു റദ്ദുൽ ബലാ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. രോഗങ്ങളെ മാറ്റുമടോ. ക്യാൻസറിനും ട്യൂമറിനും പോലും മരുന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. അവര് രോഗം വന്നാൽ സദക്ക കൊണ്ട് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഈ വിക്കായയുടെ ചെറുപ്പക്കാര് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. നിന്റെ കിഡ്നി രണ്ടും പ്രവർത്തിക്കുന്നതാണോ എന്ന് നിനക്കറിയില്ലല്ലോ. എടോ, നിന്റെ അടുത്ത് നിന്റെ ശരീരത്തിൽ ക്യാൻസറിന്റെ അണുക്കളുണ്ടോ എന്ന് നിനക്കറിയില്ലല്ലോ. മനുഷ്യ, സദക്ക കൊണ്ട് ചികിത്സിക്കടാ, അതൊരു പനിയാക്കി മാറ്റി ചെറുപ്പക്കാരാ. ഉപ്പമാരേ, അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ തലയുടെ മുകളിൽ കാത്തു നിൽക്കുകയാണ്. ഈ സംഘാടകർ നിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹു തന്ന സമ്പത്തിൽ നിന്നൊരൽപ്പം നീ അതിനകത്തേക്ക് എടുത്തിട്ടാൽ അല്ലാഹുവിന്റെ മലക്ക് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, നീ കൊടുത്തതിൽ പങ്ക് ഇതാ കൊടുത്തിരിക്കുകയാ. നീ മനുഷ്യന് ബറക്കത്ത് നൽകണേ അല്ലാ. ദുആ ചെയ്യുന്നത് ആലിമല്ല, ഹാഫിളല്ല, തങ്ങളല്ല, നബിയല്ല, അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുകയാ. ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. പോക്കറ്റിന്റെ അകത്ത് പൈസ വെച്ചിട്ട് ഉറക്കം നടിക്കുന്നവനെ, കാണാത്തവനെ പോലെ ഇരിക്കുന്നവനെ, അഭിനയിക്കുന്ന മനുഷ്യ, മലക്ക് പറയുന്നു, അല്ലാ, നീ കൊടുത്ത ദീവനെ പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ അല്ലാ, നീയും പിടിച്ചു വെക്കണേ അല്ലാ. എന്തിനാ മോനെ ഇങ്ങനെ ഒരു ദുആ നീടുന്നത്? അതുകൊണ്ട് സംഘാടകർ വരികയാണ്. കയ്യിലുള്ളതെടുത്തോ, ഒരു നല്ല സദക്ക കൊടുത്തോ. ഇത് ജാരിയായ സദക്കയാ. ഇത് നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള വഴിയാ. അല്ലാഹുവേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്കുന്നോ അവരുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ അല്ലാ. അറുത്തു മുറിക്കുന്ന മാരക രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. ഏതെങ്കിലും മോശമായ രോഗങ്ങളുടെ അണുക്കള് ഈ സദക്ക കൊടുക്കുന്നവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഒരു ജലദോഷമാക്കി, ഒരു പനിയാക്കി മാറ്റണേ അല്ലാ. നീ രക്ഷപ്പെടുത്തണേ അല്ലാ. എല്ലാവരും മനസ്സറിഞ്ഞിട്ടൊരു നല്ല സദക്ക അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു കബൂലാക്കി പൊക്കോ ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് അൽഹംദുലില്ലാ 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്.
അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരെണ്ണം കൂടെ ഇൻഷാ അല്ലാ. നാലാമത്തെ കാര്യം ഇൻഷാ അല്ലാ. ബക്കറ്റ് കൊണ്ടുപോകുന്നവർ ഇത്തിരി സ്പീഡ് കുറയ്ക്കാട്ടെ ഇൻഷാ അല്ലാ. അൽഹംദുലില്ലാ. എല്ലാവരുടെ മുമ്പിൽ നിന്ന് മേടിച്ചിട്ട് പോയാൽ മതി. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാല് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ. പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ കലാമ കേട്ടിട്ട് നിസാരമാക്കുന്ന മനുഷ്യ, നിന്നെ അള്ളാഹു എന്താണ് വിളിച്ചതെന്നറിയോ? അള്ളാഹു നിന്നെ വിളിച്ചതെന്താണെന്നറിയോ? ഫമാലഹും അനി തദ്കിറതി മുഅ്രിദീൻ കഅന്നഹും ഹുമുറും മുസ്തൻഫിറാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നിന്നെ ഉപമിച്ചത് എന്തിനോടെന്നറിയോ? അള്ളാഹു നിന്നെ ഉപമിക്കുകയാണ്. മക്കള് കുരുത്തക്കേട് കാണിക്കുമ്പോ, പറഞ്ഞാൽ അനുസരിക്കാതെ വരുമ്പോ, മക്കള് നല്ലതുപോലെ പഠിക്കാതെ വരുമ്പോ നീ പറയും, എന്താടാ നീ കഴുതയെ പോലെയായത്? മക്കള് പഠിക്കാതെ വരുമ്പോ, പറഞ്ഞ അനുസരിക്കാതെ വരുമ്പോ നമ്മൾ ചോദിക്കും, നീ എന്താടാ കഴുതയെ പോലെ നടക്കണേ? നീ എന്താ കഴുതയെ പോലെ നടക്കണേ എന്ന് ചോദിക്കൂലേ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അള്ളാഹുവിന്റെ കലാമ് കേട്ടിട്ട് പരിഗണിക്കാത്തവൻ അവൻ കഴുതയെ പോലെയാ. അള്ളാഹു പറയുകയാ, അവൻ അള്ളാഹു ഉപമിച്ചിരിക്കുന്നത് കഴുതയിലേക്ക് അവനെ ഉപമിച്ചത്. മസലുഹും കമസലിൽ ഹിമാരി യഹ്മിൽ അസ്വറ എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ മറ്റൊരു ഭാഗത്ത്. എടാ, ഇങ്ങനെ ഇത്രയും നല്ല കാര്യങ്ങൾ അള്ളാഹുവിന്റെ കലാം നിന്റെ മുന്നിൽ ഓതിക്കേൽപ്പിച്ചിട്ട് ഫമാലഹും അനി തദ്കിറതി മുഅ്രിദീൻ കഅന്നഹും ഹുമുറും മുസ്തൻഫിറ. ഖുർആൻ ചോദിക്കുകയാ, കഴുതയെ പോലെ ആകരുത് നീ. കഴുതയെ പോലെ നിന്നെ ഉപമിക്കുന്നത് ഒരു ഒന്നും ചിന്തിക്കാത്തവനെ പോലെ. ഇങ്ങനെ കേൾക്കുന്നു, കളയുന്നു, ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് ഉപമിക്കുകയാണ്. ഒന്നാമതായിട്ട് അള്ളാഹു ചോദിക്കുകയാ, നീയാണ് ഏറ്റവും വലിയ അക്രമി. രണ്ടാമത് അള്ളാഹു പറയുകയാ, നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഹിദായത്തിന്റെ വെളിച്ചം കടന്നു പോകൂല. മൂന്നാമതായിട്ട് അള്ളാഹു പറയുകയാണ്, നിനക്ക് വേണ്ടി ഞാൻ കഠിനമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. നാലാമതായിട്ട് അള്ളാഹു പറയുകയാ, മോനെ നിന്നെ കഴുതയിലേക്കാണ് അള്ളാഹു ഉപമിച്ചിരിക്കുന്നത്. അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ, അഞ്ചാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ ഖുർആൻ ഇവിടെന്ന് പറയുകയാ, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുന്തു ബസീറാ قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. എന്റെ പ്രിയപ്പെട്ടവരെ, നിർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു തരുന്ന അഞ്ചാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? ഈ സദസ്സിലിരിക്കുന്ന പലരും ചോദിക്കുകയാണ്, എന്തേ ഉസ്താദേ എന്റെ കച്ചവടത്തിൽ ബർക്കത്തില്ലാത്തത്? എന്റെ കച്ചവടത്തിൽ ബർക്കത്തില്ലല്ലോ, സമാധാനമുള്ള ഒരു ജീവിതമില്ലല്ലോ, ഒരു ദിവസമെങ്കിലും സന്തോഷത്തോടെ കടന്നുറങ്ങണമെന്ന് ആഗ്രഹമുണ്ട് ഉസ്താദ്. എന്റെ കടം മാറുന്നില്ലല്ലോ, എന്റെ രോഗം മാറുന്നില്ലല്ലോ, എന്റെ കണ്ണുനീര് മാറുന്നില്ലല്ലോ, എനിക്ക് മക്കളെ കിട്ടുന്നില്ലല്ലോ, ജീവിതം മടുത്തു ഉസ്താദ്. ഇതെന്തൊരു ജീവിതമാ, ഇതെന്തൊരു ജീവിതമാ, മരിച്ചാ മതിയെന്ന് തോന്നുന്നില്ലേ മനുഷ്യ? അതിന്റെ കാരണമെന്തെന്നറിയുമോ? അതിന്റെ കാരണമെന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആനിനെ അവഗണിക്കുന്നവനെ നിന്റെ ദുനിയാവ് അല്ലാഹു ഇടുക്കമാക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, സമാധാനമില്ല നമ്മളിൽ പലർക്കും. ഈ ഇരിക്കുന്ന 99 100ൽ ഒരു 95% പേർക്കും സമാധാനമില്ല.
എൻ്റെ പ്രിയപ്പെട്ടവരെ, കാരണമെന്തേ? ബർക്കത്തില്ലടോ ജീവിതത്തിൽ. എത്ര സമ്പാദിച്ചിട്ടും തികയുന്നില്ല. ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, വയറ് നിറയുന്നില്ല. കെട്ടിയ പെണ്ണ് വീടിനകത്ത് കിടക്കുന്നുണ്ട്, അവളുടെ കൂടെ കടന്നിട്ട് തൃപ്തിപ്പെടാൻ പറ്റുന്നില്ല. ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ചു വീട് വെച്ചിട്ടുണ്ട്, എന്തു പ്രയോജനം? സമാധാനമില്ല. ഉസ്താദ്, ഇത് എന്ത് ജീവിതമായി എന്ന് ചോദിക്കുന്നവർ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സമാധാനം കിട്ടാനുള്ള വഴികൾ ഖുർആൻ പറയുന്നുണ്ടല്ലോ. ഖുർആൻ പറയുന്നു സമാധാനം കിട്ടുന്ന വഴികൾ. ഒന്നാമത്തെ വഴി വീടെന്ന് പറഞ്ഞാൽ എന്താ? വീടെന്തിനാ നീ പണിതത്? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വീടിനെ കുറിച്ച് പറഞ്ഞത് എന്താ? നമ്മൾ വീട് പണിയുന്നുണ്ട്, ലക്ഷങ്ങൾ ചെലവഴിച്ച് വില കൂടിയ ഗ്രാനൈറ്റുകളും മാർബിളുകളും കൊണ്ടുവന്ന് വീട് പണിയുന്നല്ലോ. എന്തിനാ മോനെ? ചിലരുടെ ബെഡ്റൂമിന്റെ അകത്ത് കയറിപ്പോയാൽ 5 സ്റ്റാർ ഹോട്ടൽ പോലും തോറ്റുപോകും. അത്രയ്ക്കും മനോഹരം. എവിടെല്ലാം AC വെക്കാൻ പറ്റും അവിടെയൊക്കെ AC. എന്തൊക്കെ രീതിയിൽ അലങ്കരിച്ച് വീട് വെച്ചിരിക്കുന്നത്. സമാധാനം ഉണ്ടോ? ഇല്ല. വീടെന്ന് പറഞ്ഞാൽ എന്താ? വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന. ഖുർആൻ പറയുന്നു വീടെന്ന് പറഞ്ഞാൽ സമാധാനം തരുന്ന ഒരിടം. എന്നിട്ട് നിനക്ക് സമാധാനം ഉണ്ടോ? ഇല്ല. സമാധാനം കിട്ടാനുള്ള വഴി 2. കല്യാണം കഴിച്ച സമാധാനം കിട്ടുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ. സമാധാനം കിട്ടാനുള്ള 2ാമത്തെ വഴി എന്താ? സമാധാനം കിട്ടാനുള്ള 2ാമത്തെ വഴി എന്താ? പെണ്ണ് കിട്ടിയാ മതി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. സമാധാനം ഉണ്ടോ? എന്ന് പെണ്ണ് കെട്ടിയോ അന്നത്തോടു കൂടി പോയി ഉസ്താദേ. എന്ന് ഞാൻ കല്യാണം കഴിച്ചു അന്നത്തോട് ഈ താത്താമാര് പറയുന്നത് ഞാൻ എങ്ങനെ നടന്നതാ എൻ്റെ പൊന്നു സിറാജ്. ആ മനുഷ്യൻ വന്ന് എന്നെ കെട്ടിയോ അന്നത്തോടു കൂടി ഉള്ളതെല്ലാം പോയി. കല്യാണം കഴിച്ച സമാധാനം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞതല്ല, അള്ളാഹ് പറഞ്ഞതാ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ജോളിയുടെ നാട് ഇവിടെ അടുത്തല്ലേ? അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ, നന്നാക്കി തരുമാറാകട്ടെ. ഓള് കണ്ടവന്റെ കൂടെ പോയി കിടന്നാൽ കേസില്ല, ചോദിക്കാൻ പോയാ നീ അകത്ത്. ഇതാ നിയമം. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ, സ്വർഗത്തിലും ഭാര്യമാരാക്കി തരുമാറാകട്ടെ. ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈവയ്ക്കുക. ഞാൻ നോക്കണില്ല, കാരണം സ്റ്റേജിൽ ഇരുന്ന ആരും വെക്കില്ല. പലരും കൈ വെക്കണില്ല. ഉസ്താദന്മാരുടെ കാര്യം പോട്ടെ, അവരുടെ കാര്യം. പലരും കൈ വെക്കില്ല. എന്തെന്നറിയോ? ഇവള് സ്വർഗത്തിലുണ്ടോ ഉസ്താദേ? ഇവിടെ തന്നെ ഞാൻ സഹിക്കണത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഇവള് സ്വർഗത്തിലുണ്ട്, ഞാൻ അങ്ങോട്ട് പോടില്ല എന്ന് പറയണേ. ഇതാണ് നമ്മുടെയൊക്കെ ജീവിതം. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. സ്വർഗമൊന്നും അല്ലടോ, കുടുംബ ജീവിതമാണ് ഏറ്റവും വലിയ സ്വർഗം. ഏറ്റവും വലിയ, ഞാൻ ചോദിക്കുന്നത് ഏറ്റവും വലിയ സന്തോഷം എന്തെന്നറിയോ? നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗത്തിൽ പോകാനാണ്. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്നാൽ സ്വർഗത്തിനെക്കാളും വലുതെന്തെങ്കിലും ഉണ്ടോ? സ്വർഗത്തിനെക്കാളും നിങ്ങൾ വിലയിരുത്ത്. ഞാനൊരു ചരിത്രം പറയാം. നമ്മുടെ പിതാവായ അബുൽ ബഷർ ആദം നബി അലിഹിസ്സലാം, ആദം നബി അലിഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചിട്ട് സ്വർഗത്തിൽ കയറ്റിവിട്ടു. ആദം നബിയെ സൃഷ്ടിച്ചിട്ട് അള്ളാഹു സ്വർഗത്തിന്റെ അകത്തേക്ക് കടത്തിവിട്ടു. ഖുർആൻ പറയുന്നില്ലേ ആദം നബി സ്വർഗത്തിലേക്ക് കടന്നുപോയ രംഗം? ആദം നബി ഇങ്ങനെ സ്വർഗത്തിലൂടെ നടക്കുകയാ. അള്ളാഹു ഇങ്ങനെ കണ്ട്, പടച്ചവനെ, മൂന്നാറ് വയനാട് ചുരം കയറി ഇറങ്ങാനില്ല, സ്വർഗത്തിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് ആദം നബി. ആദം നബി ഇങ്ങനെ സ്വർഗത്തിലൂടെ നടന്ന് ഇങ്ങനെ പോകുമ്പോ അള്ളാഹു ഒരിക്കൽ ചോദിച്ചു, എന്തേ ആദവേ നിനക്കൊരു സന്തോഷമില്ലാത്ത? ഈ സ്വർഗത്തിൽ കൂടെ നടന്നിട്ട് നിനക്ക് എന്തേ ഒരു സന്തോഷമില്ലാത്ത? എന്താ നിനക്ക് പറ്റിയത്? എന്ത് പറ്റി നിന്റെ മുഖത്തൊരു പ്രയാസം പോലെ? ആദം നബി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്തോ ഒരു കുറവുള്ളതുപോലെ, ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ല. അല്ലാഹ്, ആ ചങ്ങാതി പറഞ്ഞു ആലോചിക്കുക. ഇവിടെ സ്വർഗത്തിൽ കൂടെ നടക്കുന്ന ആദം നബി പറയുകയാ, ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ലെന്ന്. ഹവ്വാ റളിയല്ലാഹു തആല അൻഹയെ കൊടുത്തപ്പോൾ ആദം നബി പറഞ്ഞത് ഇപ്പോഴാണ് ജോറായെന്ന്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതാണ് കുടുംബജീവിതം. അതാണ് കുടുംബജീവിതം. അതാ മനസ്സിലാക്കേണ്ടത്. കുടുംബജീവിതത്തിന്റെ വിലയും മഹത്വവും മനസ്സിലാക്കണമെങ്കിൽ ഈ ചരിത്രം പഠിച്ചാൽ മതി. അള്ളാഹു നമുക്ക് നല്ല ജീവിതം നൽകുമാറാകട്ടെ. 3 മക്കളുടെ മുഖത്ത് നോക്കിയാൽ സമാധാനം കിട്ടും. മക്കളുടെ മുഖത്ത് നോക്കിയാ
അവൻ്റെ മുഖം ഓർക്കുമ്പോൾ തന്നെ സമാധാനം പോവാ. അല്ലാഹു അലം. കുളിയില്ല, നനയില്ല, മുടിയും വെട്ടൂല്ല. അവൻ്റെ അവസ്ഥ കണ്ട ഏതെങ്കിലും അന്യവൻ്റെ മോനെ കണ്ട മോനെ മോനെ എന്ന് പറഞ്ഞ് കളിപ്പിക്കും. സ്വന്തം മോനെ കണ്ട കാരണം എന്തേ? അങ്ങനത്തെ കോലവാ നമ്മുടെ മക്കൾക്ക്. എടോ, നമ്മുടെ വീടിൻ്റെ അകത്ത് കയറിയാൽ ഇന്ത്യയും പാകിസ്ഥാനും പോലെ ഭാര്യയും ഭർത്താവും ഒരു ബെഡിൽ, ഒരു കട്ടിലിൽ, ഒരു പുതപ്പിൻ്റെ കീഴിൽ ചേർന്ന് കിടക്കുന്നു. എന്നാ ബദർ യുദ്ധം അതിനകത്ത്. ഭാര്യയും ഭർത്താവും കണ്ട അടിയോടടി. ഒരു ഉമ്മാടെ വയറ്റിൽ കിടന്ന മക്കളാ കടന്നിട്ട് കീരിയും പാമ്പിനെ പോലെ തല്ലുന്ന. എടാ, നിങ്ങൾ സഹോദരങ്ങളല്ലേടാ, എന്തിനാടാ ഇങ്ങനെ തല്ലണേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അടിസ്ഥാനപരമായിട്ട് നമ്മുടെ വീടിൻ്റെ പ്രശ്നം ഞാൻ പറയാം. എന്തുകൊണ്ടാ? പൈസയ്ക്ക് കുറവില്ല, ആ സുഖത്തിന് കുറവില്ല, എല്ലാം നമുക്കുണ്ട്. പക്ഷെ സമാധാനം നമ്മുടെ വീടിനകത്തില്ല. അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം എന്താ? അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താ? കന്നിമൂല ശരിയാകാത്തത് കൊണ്ടാണോ? വാതിൽ അങ്ങോട്ട് വന്നത് കൊണ്ടാണോ? അല്ലെങ്കിൽ റൂം ഇന്നതെടുത്ത് വന്നത് കൊണ്ടാണോ? അടുക്കള ഭാഗം ഇവിടെ ആയതുകൊണ്ടാണോ? 2 സെന്റ് ഉള്ളവൻ എന്ത് പോട്ട്, അല്ലാഹു ഈമാൻ നൽകും. ഞാനൊന്നും പറയണില്ല. പണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞതിന് ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുക. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കന്നിമൂലയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അള്ളാഹിൻ്റെ കഅബാലയത്തിന് പോലും കന്നിമൂലയുണ്ട്. കണക്കുകളില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അത് മാത്രമായി പോകരുതെന്നാണ് പറഞ്ഞു. ചിലർക്ക് അത് മാത്രമേ ഉള്ളൂ. വാതിൽ ഇങ്ങോട്ടായതുകൊണ്ടാ ഉസ്താദ്, അങ്ങനെ വന്ന പോലെ പ്രശ്നമുണ്ടോ ഉസ്താദ്? ഇങ്ങനെ ഉസ്താദ് ഇടി, നീ പോയി കിടന്ന് ഇടിച്ചോണ്ടിരി, അതന്നെ നിന്റെ പണി, ഇടിയോടിടി. സത്യത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താ? 5 സ്ഥലങ്ങളിൽ 5 കാര്യങ്ങളിരുന്ന് കരയും. 5 സ്ഥലങ്ങളിൽ 5 കാര്യങ്ങളിരുന്ന് കരയും. ആ കണ്ണുനീര് നിങ്ങൾക്ക് നല്ലതല്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. 5 സ്ഥലങ്ങളിൽ 5 കാര്യങ്ങളിരുന്ന് തേങ്ങുമെന്ന ആ തേങ്ങൽ നമുക്ക് നല്ലതല്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൂടെ പറഞ്ഞു തരാം. ഇരിക്കുവോ? 5 എണ്ണം പറയത്തില്ല, 1 എണ്ണം പറയത്തുള്ളൂ. പക്ഷെ അത് ഇരിക്കുവോ? 11 മണിക്ക് നിർത്താന്ന് പറഞ്ഞു. ഇപ്പം ചവിട്ടിയാലേ 11:15 നിൽക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണം, ഇരിക്കുവോ? നിങ്ങൾ പറയുക. ഞാൻ പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈവക്കിക്കേ. പൈസ ചോദിക്കുമ്പോഴും ഈ ആത്മാർത്ഥത കാണിക്കണം. ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഫ്രണ്ടിലോട്ട് കയറിയിരുന്നേ. അങ്ങോട്ട് കയറിക്കോ സാധന്മാരെ. ഞാനൊന്ന് ഇരുന്നോട്ടെ, ഞാൻ ഇരുന്നോട്ടെപ്പാ. കാല് വേന. വാ ഇങ്ങോട്ട് വാ. ഇനി ഞാൻ തിരുവനന്തപുരം വരെ ഇരിക്കാനുള്ളതാ. വാ കയറിക്കോ, എല്ലാവരും കയറിക്കോ. ഞാൻ നിർത്തുകയാ. പുറകിലെ കണ്ടോ, ആ റോഡിൽ നിൽക്കണ ചങ്ങാതി കണ്ണിന്റെ മുന്നിൽ സ്വർഗം കാണിച്ചതെന്നല്ല. നീ കയറി നിൽക്കരുത്. കണ്ണിന്റെ മുന്നിൽ അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം കാണിച്ചു തരുന്നു. സ്വർഗം കേറിയിരിക്കാൻ വയ്യ, പിന്നെ അവിടത്തെ സ്വർഗം കിട്ടണത്. ആ പുറത്ത് നിൽക്കണ സഹോദരങ്ങളോട് ഒന്നീ സ്വർഗത്തിൽ കയറ്, അല്ലെങ്കിൽ മാറി നിൽക്ക്, വീട്ടിൽ പോ. ഒന്നീ അങ്ങോട്ട് മാറി നിൽക്കുക, അല്ലെങ്കിൽ കയറിയിരിക്കുക. മൈക്ക് സെറ്റുകാരൻ എന്തേപ്പാ ഒന്ന് താഴ്ത്തി വെച്ചതാപ്പാ. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾ നോക്കിക്കേ, ദുനിയാവി 2 സ്വർഗമില്ലേ? ഒരു സ്വർഗമേതാ? നമ്മൾ ഇരിക്കുന്നത് ഇൽമിന്റെ മജ്ലിസ്. 2ാമത്തെ സ്വർഗമേടാ? മദീനത്ത്. ദുനിയാവിലെ സ്വർഗത്തിൽ കയറിയിരിക്കാത്ത ഈ മനുഷ്യൻ എങ്ങനാ അവിടുത്തെ സ്വർഗം കിട്ടുന്നത്? ഒന്ന് ആലോചിച്ചേ. ആ പുറത്തു നിൽക്കുന്ന സഹോദരങ്ങൾക്ക് കണ്ണിന്റെ മുന്നിൽ സ്വർഗത്തിൽ കയറാൻ വയ്യ. ഇവനാ അള്ളാഹിനോട് മറ്റേ സ്വർഗം ചോദിക്കുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഒന്നുകിൽ കയറി. മഴ കേട്ടില്ലെങ്കിൽ കേട്ടില്ല, സിറാജിന് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, അല്ല ഞാൻ പോയില്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ വന്നിട്ട് വെളിയിൽ നിന്നാ അല്ല ചോദിക്കും, എന്തുകൊണ്ട് കണ്ണിന്റെ മുന്നിൽ സ്വർഗം കണ്ടിട്ട് കയറിയിരുന്നില്ല? അതിന് നിനക്ക് വേറെ കിട്ടും. അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, 5 സ്ഥലങ്ങളിൽ 5 കാര്യങ്ങൾ ഇരുന്ന് തേങ്ങിയ ബുദ്ധിമുട്ട. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഒന്ന് അള്ളാഹുവിൻ്റെ പള്ളിയിൽ നിസ്കരിക്കാൻ ആളില്ലെങ്കിൽ പള്ളി തേങ്ങും.
അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് നമസ്കരിക്കാൻ ആളില്ലെങ്കിൽ പള്ളി തേങ്ങും. പള്ളി തേങ്ങിയ വാവാടുകാരറിയും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. പള്ളിക്ക് നിസ്കരിക്കാൻ ആളില്ലെങ്കിൽ പള്ളി കരയും. പള്ളി കരഞ്ഞാൽ ആ നാട്ടുകാരറിയും. രോഗങ്ങൾ പടരുന്നുണ്ടോ, ദാരിദ്ര്യങ്ങൾ വരുന്നുണ്ടോ മനസ്സിലാക്കിക്കൊള്ളണം. പള്ളിയിൽ ആള് കുറഞ്ഞു, നിസ്കരിക്കാൻ പള്ളിയിൽ ആളില്ലാതെ വന്നാൽ ആ നാട്ടുകാരറിയും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. 2, ഖുർആൻ കരയും. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കരയും. എപ്പോ നീ ഖുർആൻ വീടിനകത്ത് നിരത്തി വെച്ചിട്ടുണ്ട്, തുറന്നിട്ടുണ്ടോ? ഇന്നത്തെ ദിവസം ഖുർആൻ കൈകൊണ്ട് തൊട്ടവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ബാക്കിയുള്ളവർക്ക് സമയമില്ലായിരുന്നു. ഓതിയൊന്ന് ഞാൻ ചോദിച്ചു, ഇല്ല. വീടിന്റെ അകത്ത് കൊണ്ട് ഇങ്ങനെ അലമാരിക്കകത്ത് നിരത്തി വെച്ചിരിക്കുന്നു. ഇത് 2085 പോയപ്പോ, ഇത് 90 പോയപ്പോ, ഇത് 92 ഉംറയ്ക്ക് പോയപ്പോ, ഇത് ഹജ്ജിന് പോയപ്പോ. എന്തിനാ കൊണ്ടുവന്ന് വെച്ചിരിക്കണേ? എടാ, ആ ചെലന്തി വലയെങ്കിലും ഒന്ന് തുടച്ചു കളയടാ. ഖുർആന്റെ മുകളിൽ കിടക്കണം. TV-യുടെ അടിയിലിട്ടിരിക്കുക പുസ്തകത്തിന്റെ കൂടെ. പൊടി പോലും. ഞാൻ ഏതൊരു വീട്ടിൽ പോയപ്പോ പറഞ്ഞു, ഉസ്താദ് വലിയ ബുദ്ധിമുട്ട്, എന്തെങ്കിലും ഒന്ന് പറഞ്ഞതാ. ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ല. തങ്ങളോട് ചോദിച്ചാൽ പറയും, ഒന്ന് ഓതാൻ പറഞ്ഞ തങ്ങൾ പറയും എനിക്കറിയത്തില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു, ഇവർ പുറകെ നടക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു ആയത്ത് പറഞ്ഞു കൊടുത്തു. അറിയത്തില്ല. ഞാൻ പറഞ്ഞു ഖുർആൻ എടുത്തുകൊണ്ട് വരാൻ. ഖുർആൻ കൊണ്ട് തന്നപ്പോ പടച്ചവനെ, അതിനകത്ത് നിന്ന് ഉറുമ്പ് ഇങ്ങനെ പോവാ. കൊച്ചുറുമ്പുണ്ടല്ലോ. അല്ലാഹുവേ, തുറന്നിട്ട് മാസങ്ങളായി. അല്ലാഹുവേ പടച്ചവനെ, പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ വീടിനകത്തുണ്ട്, തുറക്കുന്നില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മൾ ഓതുകയോ തുറക്കുകയോ ചെയ്യാതിരുന്നാൽ ഖുർആൻ കരയുവിടോ. അള്ളാന്റെ കലാമ് നിന്റെ വീടിനകത്തിരുന്ന് കരഞ്ഞ ആ വീട് കത്തിയില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. ആ വീട് തീ പിടിച്ചില്ലെങ്കിലല്ലേ കാര്യമുള്ളൂ. അള്ളാഹുവിന്റെ ഖുർആൻ നിന്റെ വീടിനകത്തിരുന്ന് കരയുകയാ. ആ കണ്ണുനീരാടാ നിന്റെ കുടുംബത്തിന്റെ സന്തോഷം കെടുത്തി കളഞ്ഞത്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഖുർആൻ ഓതും, പക്ഷെ ഖുർആൻ എടുക്കില്ല. നമ്മൾ ഖുർആൻ എടുക്കാറില്ല, നമ്മൾ ഓതാറില്ല. കാണാതെ ഓതുന്നതിനേക്കാളും പ്രതിഫലല്ലേ വാപ്പ കണ്ടോതുന്നതിന്. കണ്ടോതാൻ ഭയങ്കര മടിയാ. കാണാതെ ഓതുന്നെങ്കിൽ നല്ല ഉസ്താദ് അല്ലേ? വെള്ളിയാഴ്ച ഉസ്താദ് കാണാതെയാണ് ഖുത്ബ ഓതുന്നത്, അത് വലിയ ഉസ്താദ്. കണ്ടോതുന്നവൻ എന്താ? എടാ, കണ്ടല്ലേ ഓതണ്ടേ? കണ്ടല്ലേ ഓതേണ്ടത്. കാരണം എന്തേ? കണ്ടോതിയ 2 പ്രതിഫലം. 1 ഖുർആൻ നോക്കി ഓതിയതിന്റെ പ്രതിഫലം, 2 ഖുർആൻ ഓതിയ പ്രതിഫലം. അല്ലെങ്കിലോ ഓതിയ പ്രതിഫലം, ഖുർആൻ നോക്കിയില്ല. ഖുർആനിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വീടിനകത്തിരുന്ന് ഖുർആൻ കരയുകയാ. എങ്ങനാ വാപ്പ സമാധാനം കിട്ടുക? എങ്ങനാ സന്തോഷം കിട്ടുക? ഒരു സന്തോഷമുള്ള ജീവിതം എങ്ങനെ അല്ലാഹു നിനക്ക് തരും? നീ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ആരെങ്കിലും നിന്റെ വീട്ടിൽ ഇരുന്ന് ഖുർആൻ ഓതുന്നത്? 3-4 എണ്ണം അവിടെ ഉണ്ടല്ലോ, ഭാര്യയും മക്കളും. ഒരെണ്ണമെങ്കിലും ഇരുന്നിട്ട് ഓതുന്ന നീ കണ്ടിട്ടുണ്ടോ? നിനക്ക് പിന്നെ നോക്കാൻ സമയമില്ലല്ലോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. വീട്ടിൽ പോയിട്ട് മക്കളോട് ഖുർആൻ എടുത്ത് ഓതു എന്ന് പറയാൻ നിനക്ക് അധികാരമില്ല. കാരണം നീ ഓതാറില്ല. പിന്നെങ്ങനാ? നീ ഓതിയാലല്ലേ മക്കളോട് പറയാൻ നിന്നെക്കൊണ്ട് കഴിയുക. ഒരു ഉമ്മ തന്റെ മക്കളോട്, മക്കളെ വെള്ളിയാഴ്ച രാവാ മഗ്രിബിന്റെ നിസ്കാരം കഴിഞ്ഞ് ഖുർആൻ ഓതുന്ന ഉമ്മയ്ക്ക് പറയാൻ അധികാരമില്ലല്ലോ. കാരണം ഉമ്മ TV-യുടെ ഫ്രണ്ടിൽ സീരിയൽ കണ്ടുകൊണ്ടിരിക്കല്ലേ. ഉമ്മ ആദ്യം നന്നാവും, പിന്നെ ഞാൻ നന്നാകാം. അതാ നമ്മുടെ വീടിന്റെ അവസ്ഥ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ വീടിനകത്ത് സമാധാനമില്ലാത്തതിന്റെ ഒന്നാമത്തെ കാരണം ഖുർആനിന്റെ കണ്ണുനീര. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമ് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളഞ്ഞാൽ, അതിനെ പരിഗണിക്കാതെ വന്നാ അള്ളാഹു നിന്റെ ജീവിതം അങ്ങിടുക്കമാക്കുകയാ. ഈ ദുനിയാവിലെ ജീവിതം പ്രയാസത്തിലാണ്. സമ്പത്ത് എത്ര കിട്ടിയാൽ തികയുന്നില്ല, സമാധാനമില്ല, തിന്നാ വയറ് നിറയുന്നില്ല, വീടിനകത്ത് കേറാ തോന്നുന്നില്ല, ഭാര്യയുടെ കൂടെ കടന്നാ തൃപ്തിപ്പെടുന്നില്ല, മക്കളുടെ മുഖത്ത് നോക്കിയാ സന്തോഷമില്ല. പടച്ചവനെ, വലിയ പ്രയാസമാണ്. വീടിനകത്ത് കയറുന്ന നിനക്ക് എങ്ങനെയെങ്കിലും പുറത്തു പോയാ മതി. അതിന്റെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹു
അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനില്ലാത്ത വീട് ശവപ്പറമ്പാടാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനില്ലാത്ത വീട് അത് പള്ളിപ്പറമ്പ് പോലെയാണ്, അത് ശ്മശാനം പോലെയാണ്. ഖുർആനുള്ള വീട് നീ എത്ര ഖുർആൻ വേണമെങ്കിലും നിന്റെ വീടിനകത്ത് മേടിച്ചു വെച്ചോ. പക്ഷേ ഓരോ ദിവസം ഓരോന്നൊന്ന് തുറന്നു നോക്ക്, ഓരോ ദിവസവും ഓരോന്നും എടുത്ത് നോക്ക്. അല്ലാതെ വെക്കല്ലേ, അത് കരയുകയാ, അത് നിനക്ക് നാശമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നിനക്ക് ദുനിയാവിൽ കിട്ടുന്നത് പ്രയാസമാണ്. ഇനി ആഖിറത്തിലോ അല്ലാഹു പറയുകയാ, ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുന്തു ബസീറാ ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. പള്ളിയുടെ പറമ്പിൽ നിന്ന് എഴുന്നേറ്റ് വരികയാ, ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് ഇസ്രാഫീൽ എന്ന മലക്ക് സൂറെന്ന കാകളത്തിൽ ഊതുമ്പോ വാവാട് പള്ളിയുടെ ഖബർസാനിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. പട്ടിയുടെ കോലത്തിൽ, പന്നിയുടെ കോലത്തിൽ, കഴുതയുടെ രൂപത്തിൽ പേപ്പട്ടിയെ പോലെ വരുന്നവൻ, നടന്നു വരുന്നവൻ, ഇഴഞ്ഞു വരുന്നവൻ, മുഖത്ത് മാംസമില്ലാത്തവൻ, പടച്ചവനെ പല പല കോലങ്ങളിൽ ഇഴഞ്ഞും നടന്നും വരുന്നവർ, ഇങ്ങനെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന റബ്ബിന്റെ കോടതി ഉണ്ടല്ലോ. അന്ന് വാവാട് പള്ളിയുടെ ഖബർസാനിൽ നിന്ന് ചിലർ എഴുന്നേറ്റ് വരുമ്പോ അവരുടെ കണ്ണ് കാണുന്നില്ല, അവരുടെ ചെവിക്ക് കേൾവിയില്ല. അന്ധന്മാരെ പോലെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ്. അല്ലാഹുവിനോട് ചോദിക്കുകയാ, ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുന്തു ബസീറാ. അല്ലാഹുവേ, എന്തു പറ്റി പടച്ചവനെ? അല്ലാഹുവേ, ഞങ്ങൾക്ക് കാഴ്ചയുണ്ടായിരുന്നല്ലോ, ഞങ്ങൾക്ക് ചെവി കേൾക്കുമായിരുന്നല്ലോ. അല്ലാഹുവേ, എന്തു പറ്റിയെന്ന് റബ്ബിനോട് ചോദിക്കുമ്പോ വഖദ് കുന്തു ബസീറാ ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. അല്ലാഹുവിന്റെ ഖുർആൻ ദുനിയാവിൽ വെച്ച് ആയത്തുകൾ ഓതിയിട്ട് പറഞ്ഞപ്പോ, പിരിവ് ചോദിച്ചപ്പോ, പാവങ്ങൾക്ക് ചോദിച്ചപ്പോ, യതീമീങ്ങൾക്ക് ചോദിച്ചപ്പോ നീ കേൾക്കാത്തവനെ പോലെ നടന്നവനല്ലേ? പലതും നിന്റെ കണ്ണിന്റെ മുന്നിൽ അല്ലാഹു കാണിച്ചു തന്നല്ലോ, പലതും നിന്റെ ചെവി കൊണ്ട് കേട്ടല്ലോ. നീ കേൾക്കാത്തവനെ പോലെ, കാണാത്തവനെ പോലെ, അന്ധനെ പോലെ അഭിനയിച്ചില്ലേടാ? ദുനിയാവിൽ കിടന്ന് കളിച്ചില്ലേടാ? നിസാരമാക്കി കളഞ്ഞില്ലേടാ? ഇന്നതുകൊണ്ട് നിന്നെയും ഞാൻ അങ്ങനെയാക്കിയിരിക്കുകയാ. ഇന്ന് നീ അന്ധനാണ്, നാണം കെട്ടവനെ പോലെ പരലോകത്തേക്ക് പടച്ച റബ്ബ് നിന്നെ കൊണ്ടുവരുമെന്ന് ഖുർആൻ എവിടെന്ന് പറയുമ്പോ എന്റെ സഹോദരങ്ങളോട് പറയുന്നു, കളിയല്ല, തമാശയല്ല, നിസാരമല്ല, നിസാരമായി കാണല്ലേ. അള്ളാന്റെ ഖുർആനാണ് കേൾക്കുന്നത്, അള്ളാഹുവിന്റെ ഖുർആനാണ് പഠിക്കുന്നത്, അള്ളാഹുവിന്റെ ഖുർആനാണ് ഓതുന്നത്. ഈ ബോധത്തോടു കൂടി വേണം ഇനി കൈകൊണ്ട് തൊടാൻ. ഇന്നു മുതൽ അള്ളാഹുവിന്റെ ഖുർആൻ തുടക്കുമ്പോ, അള്ളാന്റെ ഖുർആൻ കൈകൊണ്ടെടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. അള്ളാഹുവിന്റെ കലാമാ. ഈ കലാമിന് നാളെ ഒരു മനുഷ്യനെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അവസരമുണ്ടെന്നാട്, ഒരുത്തരം നരകത്തിൽ കൊണ്ടുപോകാനും അവസരമുണ്ടെന്നാട്. ഈ ചിന്തയോടുകൂടി വേണം ഇനി മുതൽ ഖുർആൻ തൊടാൻ, ഇനി മുതൽ ഖുർആൻ കേൾക്കാൻ, ഇനി മുതൽ ഖുർആൻ പാരായണം ചെയ്യാൻ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, സ്വഹാബാ, നിങ്ങൾ ഖുർആനിനെ സൂക്ഷിക്കണേ, നിങ്ങൾ ഖുർആനിനെ പേടിക്കണേ, നിങ്ങൾ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു രക്ഷപ്പെടുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ടൈം ടു ടൈം, സമയം കറക്റ്റ് 11 മണി. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുകയാണ്, ദുആ ചെയ്യാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളൊക്കെ സ്വർഗത്തിന്റെ അവകാശികളിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ.
അരക്കയ്യന്മാരെ ഒന്നും അവിടെ കയറ്റത്തില്ലല്ല, അറിയാലോ. സ്വർഗത്തിൽ ന്യൂനത ഒന്നുമില്ല, പൊക്കിക്കോ. ചിലപ്പോൾ ഈ കൈ പൊക്കിയതിൻ്റെ പേരിലായിരിക്കും രക്ഷപ്പെടുന്നത്. അള്ളാഹുവേ, ഈ കൈ പൊക്കിയ ഞങ്ങളെ നീ അവിടെ എത്തിക്കണേ പടച്ചവനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കയ്യിൽ ഒരു നന്മയില്ല, ഈ സ്വർഗം കിട്ടാനുള്ള ആഗ്രഹം കൊണ്ടാ പൊക്കിയെ. ചാപാൻ കിടന്ന പട്ടിക്ക് വെള്ളം കൊടുത്ത പെണ്ണിന് സ്വർഗം കൊടുത്ത അള്ളാഹ്, ഈ കൈ പൊക്കിയ ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ തമ്പുരാനെ, സ്വർഗം നൽകണേ തമ്പുരാനെ. പൊക്കാത്തവർക്ക് നീ ഈമാൻ കൊടുക്കണേ തമ്പുരാനെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ പോകാനുള്ളൊരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ. ചെയ്യോ? ഓ, ആർക്കും സൗണ്ടില്ല. അള്ളാഹുവേ, ആരൊക്കെ ഈ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് ഉറക്ക ഇൻഷാ അല്ലാഹ് പറയുന്നു, അവർക്ക് മരിക്കുന്ന സമയം ഇതേ ശബ്ദത്തിൽ ഷഹാദത്ത് കലിമ വിളിച്ചു പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനി പറഞ്ഞ ഒരു ഇൻഷാ അല്ലാഹ് അത്രേ ഉള്ളോ? ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ അപ്പൊ പറയും അല്ലേ? അൽഹംദുലില്ലാഹ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. സ്വർഗത്തിൽ പോകണമെങ്കിൽ പൈസ വേണോ? പൈസ വേണോ? ഉറക്കമൊഴിയണോ? ഒന്നും വേണ്ട. സ്വർഗത്തിൽ പോകാനുള്ള എളുപ്പ വഴി ഖുർആനിലെ ഒരായത്തോതിയാ മതി. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരൊറ്റ ആയത്ത് നിങ്ങൾ ഓതിയ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഓതുവോ? ഒരു സൂറത്തെന്നല്ല ഞാൻ പറഞ്ഞത്, ഒരായത്ത്. അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരൊറ്റ ആയത്ത് ഓതിയ സ്വർഗത്തിൽ പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതിക്കൂടെ? പറ ചങ്ങാതി. ചിലർക്കൊക്കെ എന്തു പറഞ്ഞാലും ഒരു മാറ്റമില്ല, കാരണം എന്തേ? ഓ, പിന്നെ ഇനിയും സമയം കിടക്കല്ലേ. എല്ലാവരും പറയും പെട്ടെന്ന് മരിച്ചു. അങ്ങനെ പറയരുത് കേട്ടാ. ഉസ്താദന്മാരോടൊക്കെ ചോദ്യം, ഒരാൾ മരിക്കുന്നതിന് 40 ദിവസം മുമ്പ് തന്നെ അവൻ അറിയാൻ പറ്റുന്ന അല്ലേ? ഒരാൾ മരിക്കുന്നതിന് 40 ദിവസം മുമ്പ് തന്നെ മരണത്തിന്റെ അടയാളങ്ങൾ അറിയാന്ന. ഇനി അത്രയൊന്നും ഇല്ലെങ്കിലും മരണത്തിനോട് അടുക്കുമ്പോ തന്നെ ഷെയ്ഖുനാടൊക്കെ ചിലത് അറിയാലോ. വാവാട് ഉസ്താദും പാറന്നൂർ ഉസ്താദ് നിങ്ങളുടെ നാട്ടുകാരനല്ലേ? ഇവരുടെയൊക്കെ മരണം നിങ്ങൾ എന്ത് ചിന്തിക്കാത്തത്? ഇവരൊക്കെ നേരത്തെ മനസ്സിലാക്കിയവരല്ലേ? ഇവരൊക്കെ നേരത്തെ മനസ്സിലാക്കി മരണത്തിന് വേണ്ടി. അത്തിപ്പറ്റ ഉസ്താദിന്റെ കഥയൊക്കെ കേട്ടിട്ടില്ലേ? സമസ്തയുടെ ഏത് പണ്ഡിതന്മാരുടെയും ചരിത്രങ്ങൾ നിങ്ങളെടുത്തു. ഇവരൊക്കെ നേരത്തെ മനസ്സിലാക്കിയില്ലേ? അള്ളാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരുടെ മണ്ണറകൾ അള്ളാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. നിങ്ങൾ ഓരോരുത്തരും ചരിത്രങ്ങൾ പഠിക്കാത്തതെന്തേ? അപ്പൊ ഏതൊരു മനുഷ്യനും മരണത്തിനെ കുറിച്ച് അറിയാൻ പറ്റുമെന്ന അത് മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. മരണം അടുത്തു എന്ന് മനസ്സിലാക്കി ഒരുങ്ങി മരിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മരണത്തിന് വല്ല അടയാളം ഉണ്ടോപ്പാ? നിങ്ങൾ എന്തിപ്പോ ഇങ്ങനെ വെടിയുണ്ടത് പോലെ ഇരിക്കുന്നത്? മരണത്തിന് അടയാളം ഉണ്ടോ? ഒരടയാളം ഞാൻ പറഞ്ഞു തരട്ടെ. മരണത്തിന്റെ ഒരടയാളം ഞാൻ പറഞ്ഞു തരട്ടെ. 3 എണ്ണം ഉണ്ട്, ഒരെണ്ണം പറഞ്ഞുതരാം. 3 എണ്ണം വേണോ? ഈ ചിരിയൊക്കെ അങ്ങ് മാറും എല്ലാത്തിൻ്റെ. ഈ അടയാളം പറഞ്ഞു തന്നാലേ ഈ ചിരിയൊക്കെ അങ്ങ് മാറും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടല്ലോ, അത്രയ്ക്കും ധൈര്യം ഞാൻ പറഞ്ഞുതരാം. റെഡിയല്ലേ? പറ, കൈ പൊക്കിക്കേ, കേൾക്കാൻ താല്പര്യമുള്ളവര്. കൈവക്കാത്ത വാപ്പ നിന്നെ അസ്രായിൽ പൊക്കിക്കൊള്ളും, നീ പൊക്കിയാലും പൊക്കിയില്ലെങ്കിലും. ഒന്നാമത്തെ അടയാളം, മരണത്തിന്റെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? അടയാളമൊക്കെ പറഞ്ഞു തരാം. കഫൻ തുണി വാങ്ങുമോ? പറ. ഈ പറയുന്ന അടയാളം വന്നാ കഫൻ തുണി വാങ്ങുമോ? കടം വീട്ടുവോ? യാത്ര പറയുവോ? പിണക്കമൊക്കെ മാറ്റുവോ? പൊരുത്തം ചോദിക്കുവോ? ബാബാട് പള്ളിയിൽ പോയിട്ട് നിന്റെ അളവിനൊരു കവർ കുഴിച്ചിട്. ചിലപ്പോൾ കൊണ്ടുവെക്കുമ്പോൾ വലിയ പാടാ. കഫൻ തുണി നേരത്തെ വാങ്ങിച്ചു വെക്കണമെന്ന് പറയാൻ കാരണം, നമ്മളൊക്കെ പൊതിയണമെങ്കിൽ ഇത്തിരി നീളം വലിയ തുണി വേണ്ടേ? നമ്മക്കൊക്കെ പൊതിയണമെങ്കിൽ ഇത്തിരി നീളമുള്ള തുണി വേണ്ടേടോ. കബറിലൊക്കെ നീളം കൂടണ്ടേ? ഇത്തിരി നിങ്ങൾ സാധാരണ നീളമല്ലേ? 6 അടിയല്ലേ? 6 അടിയും കണ്ട് ഇത്തിരി കൂടുതലുണ്ടെന്നാ തോന്നുന്നത് ഞങ്ങൾക്കൊക്കെ. അപ്പൊ നീ തന്നെ പോയിട്ട് കബറ് കുഴിക്ക്. അൽഹംദുലില്ലാ, ഒരിക്കൽ റെഡിയാക്കി കിട്ടോ. അള്ളാഹു ഈമാനുള്ള മരണം നൽകുമാറാകട്ടെ. താത്താമാരൊക്കെ സ്വർണ്ണമൊക്കെ ഇന്ന് ഊരിങ്ങി തന്നേരെ. ഇനിയിപ്പോൾ വലിയ പ്രയോജനമൊന്നുമില്ല.
എല്ലാവരും സ്വർണ്ണമൊക്കെ ഊരി ബക്കറ്റ് ഇട്ടോ ഇൻഷാ അല്ലാഹ്. വീട്ടിൽ പോയിട്ട് കഫൻ തുണിയൊക്കെ വാങ്ങിച്ച് റെഡിയാവുക. നാളെ താമരശ്ശേരിയിലോ കൊടുവള്ളിയിലോ പോയിട്ട് നല്ല തുണി വാങ്ങിച്ചോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒന്നാമത്തെ അടയാളം എന്താ? ബയാദു ഷൈരിക ബഅദ സവാദി. വയത് കഴിഞ്ഞ് എല്ലാവരും വയത് കഴിഞ്ഞ് വീട്ടിലൊന്നും പോണ്ട. ഇരിക്കണ എല്ലാവരും ഈ തലയിലും താടിയിലും നോക്കണം. തലയിലെയും താടിയിലെയും കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ, ഈ തലയിലെയും താടിയിലെയും കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള രോമം കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നു വാപ്പ, നിന്റെ ഒടുക്കത്തെ യാത്രയ്ക്ക് സമയമായി, ഒരുങ്ങിക്കോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്താ ഒന്നാമത്തെ അടയാളം? പറ, ഒന്നാമത്തെ അടയാളം എന്താ? മുടി നരയ്ക്കുക. നീ വീട്ടിൽ പോയിട്ട് കറുത്തത് വല്ലതും ഉണ്ടോ എന്ന് നോക്ക്. മൊത്തം വെളുത്തും. സ്റ്റേജിലോട്ടങ്ങ് നോക്കണില്ല, എല്ലാത്തിനും അടയാളമുണ്ട്, അതുണ്ട്. ഇങ്ങോട്ട് രണ്ട് സൈഡിലോട്ട് ഞാൻ നോക്കണില്ല, നിങ്ങളെ നോക്കാം. നിങ്ങളെ നോക്കുമ്പോഴോ മൊത്തവും വെളുത്തിരിക്കുക. പടച്ചവനെ വാപ്പ, നീ ഇപ്പോഴും ഈ 55-ാമത്തെ വയസ്സിൽ എന്തിനാ ഈ ക്ലീൻ ഷേവ് ചെയ്യണേ? നീ ഇങ്ങനെ ആയിപ്പോയല്ലോ. ക്ലീൻ ഷേവ് അങ്ങനെന്തേ നരച്ചത്? ആമിന ഇത് പിഴുതുകളാ. ഇവിടെ ഒരെണ്ണം. കാക്ക മൊത്തവും കറുത്തു, വന്നാൽ മൈലാഞ്ചിട്ടേരെ, അല്ലെങ്കിൽ പെയിന്റ് അടിച്ചേരെ, ഇല്ലേ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 40 വയസ്സ് കഴിഞ്ഞവരൊന്ന് കൈപൊക്കിക്കേ. പെണ്ണ് കെട്ടിക്കാനൊന്നുമല്ല, ധൈര്യമായിട്ട് പൊക്ക്. റെഡിയായിട്ടാ. 40 വയസ്സ് കഴിഞ്ഞവൻ സൂക്ഷിക്കണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. സുലൈമാൻ നബി അലൈഹിസ്സലാം ഓതിയ ഖുർആനിലെ ആയത്ത് നീ പഠിക്കാൻ സമയമായിട്ടാ. 40 വയസ്സ് കഴിഞ്ഞവൻ സൂക്ഷിക്കണം. കാരണം 40 കഴിഞ്ഞവൻ, 40 വയസ്സ് കഴിഞ്ഞാൽ ഒരു ശിക്ഷയ്ക്ക്, ഒരു തെറ്റിന് ഇരട്ടിയാണ് ശിക്ഷയെന്ന് നബിയിനാ റസൂലുള്ളാഹി. എത്ര ശിക്ഷ? എത്ര? ഒരു തെറ്റിന് 2 അടി. 39 വയസ്സുകാരൻ ചെയ്താൽ അവന് പക്വത എത്തിയില്ലടാ, അവന് തമ്മീസായില്ല എന്ന് വേണേ പറയാം. പക്ഷെ 40 കഴിഞ്ഞ നിനക്ക് ചാൻസ് ഇല്ല. 40 കഴിഞ്ഞ 55 വയസ്സുള്ള വാപ്പ ഇപ്പൊ ക്ലീൻ ഷേവ് ചെയ്യുന്നവന് കിട്ടുന്ന ശിക്ഷ അറിയോ? താടി വടിച്ച് നടക്കുന്നവൻ അള്ളാഹുദര അവൻ പരലോകത്ത് വരുന്ന രംഗം എങ്ങനെന്നറിയോ? അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ആകെ അരമണിക്കൂറേ ഉള്ളു, എല്ലാം കൂടെ പറ്റൂല, ഞാൻ നിർത്തി. ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം, ഓതൂല്ലേ? അപ്പൊ മരണത്തിന്റെ ഒരു അടയാളം എന്താ? മുടി നരയ്ക്ക. സിറാജ് പറഞ്ഞതല്ല. മദീനത്ത് ചെല്ലുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫിനകത്ത് കിടക്കുന്ന സ്വഹാബി മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ലൗ കാന ബഅദി നബിയ്യൻ ഉമർ ഇബ്നുൽ ഖത്താബ് ഹദീസന്നുണ്ട്. അത്രയും മഹാൻ. ആ ഉമർ തങ്ങൾ തന്റെ ജോലിക്കിടെ താൻ ഖലീഫയായിരിക്കുമ്പോ ഒരാളെ ജോലിക്ക് നിർത്തി. സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ കൊടുക്കും. എന്താ ജോലി? ചിരിക്കുന്ന സമയത്ത് അടുത്ത് വന്നിട്ട് പറയണം, ഉമറേ നീ മരിച്ചു പോകും. ഇതാ ജോലി. ഉമറേ നീ മരിച്ചു പോകും എന്ന് പറയാൻ വേണ്ടി മാത്രം ഒരാളെ ജോലിക്ക് നിർത്തി. ഒരു ദിവസം ഉമർ തങ്ങൾ പറഞ്ഞു, നിന്നെ ഞാൻ പിരിച്ചുവിട്ടിരിക്കണം, ഇനി നിനക്ക് ജോലിയില്ല. ഈ സഹാബി ചോദിച്ചു, ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്റെ പേര്? നീ തെറ്റ് ചെയ്തില്ല, ഇനി മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട. എൻ്റെ താടിയിലെ ഒരു രോമം നരച്ചു, എൻ്റെ താടിയിലെ ഒരു രോമം നരച്ചു. ഇനി ഞാൻ മരിക്കുമെന്ന് ഈ രോമം എന്നോട് പറഞ്ഞു തരുമെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. നബിതങ്ങൾ വഫാത്താകുമ്പോൾ 17 19 മുടിയെ നരച്ചിട്ടുള്ളെന്ന നബിതങ്ങൾക്ക് പോലും. നമ്മുടെയോ എൻ്റെ മുടി വരെ നരച്ചു. അപ്പൊ എനിക്കും സമയമായി. അള്ളാഹു നല്ല യാത്ര നൽകുമാറാകട്ടെ, അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദര, റെഡിയാവൂല്ലേ? ഏകദേശം തീരുമാനമായില്ലേ? ഞാനിത് ആദ്യം പറഞ്ഞേ, ചിരിയൊക്കെ പോകുന്നു. ഇപ്പൊ മരണ വീട് പോലായി. ഇനി 2 കൂടെ പറഞ്ഞാലോ? ബാക്കി കൂടെ പറഞ്ഞാൽ ഉള്ള സമാധാനം പോയി കിട്ടും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഖുർആനിലെ ഒറ്റ ആയത്തോത്, സ്വർഗത്തിൽ പോക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ? ഓസിനാരും ഓതണ്ട. ആദ്യം അത് മനസ്സിലാക്കുക. ഓസിനൊരുത്തനും ഓതണ്ട. ഓതിയാൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമെന്താ? സ്വർഗത്തിൽ പോകണമെന്നല്ല. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമെന്തെന്നറിയുമോ? ഈ ലോകത്ത്
ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി മരിക്കണം, ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണം. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് പടച്ചവനെ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുന്ന സമയം അവസാനമായിട്ട് പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറഞ്ഞിട്ടേ മരിക്കാവോ? ഇത് പറയാതെ മരിക്കല്ലേ. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹു പറയുകയാ, മുസ്ലിമായിട്ടല്ലാതെ മരിക്കല്ലേ, മുസ്ലിമായിട്ടല്ലാതെ മരിക്കല്ലേ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടേ മരിക്കാവൂ. അത് പറഞ്ഞിട്ട് മരിച്ചവനാണ് വിജയിച്ചവൻ. കുല്ലു നഫ്സിന ദായിഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാർ വ ഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അല്ലാഹു പറയുകയാ, അവനാണ് വിജയിച്ചവൻ, അവനാണ് വിജയിച്ചവൻ. ഇത് പറഞ്ഞിട്ടേ മരിക്കാവൂ. ഇബ്രാഹിം നബി ദുആ ചെയ്തത് ഇതിനു വേണ്ടിയാണ്. യൂസുഫ് നബി പറഞ്ഞല്ലോ തവഫനി മുസ്ലിമാ. അല്ലാഹുവേ റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക് വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ്. മഹാനായ യൂസുഫ് നബി അല്ലാഹുവോട് പറയുകയാ, മുസ്ലിമായിട്ട് എന്നെ മരിപ്പിക്കാവൂ. പ്രവാചകന്മാര് മക്കളോട് ഉപദേശം കൊടുക്കുകയാ. വവസാ ബിഹാ ഇബ്രാഹീം ബനീഹി വയാഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രവാചകന്മാര് മക്കളോട് പണമുണ്ടാക്കാനുള്ള വഴിയല്ല പറഞ്ഞു കൊടുത്തത്. മോനെ എവിടെ കിടന്നു മരിച്ചാലും, വീട്ടിലാണോ, റോഡിലാണോ, ഹോസ്പിറ്റലിലാണോ, ആകാശത്തിലാണോ, മോനെ എവിടെ കിടന്നു മരിച്ചാലും ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണേ, ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണേ. ഈമാനോടുകൂടി അല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ആയത്തോതുമെന്ന് തീരുമാനിച്ച മുസ്ലിമേ, നിനക്ക് അല്ലാഹു തരും ബാപ്പാ. ചെറുപ്പക്കാരാ, നിനക്ക് ഈമാനുള്ള മരണം വേണോ? നിനക്ക് ഈമാനുള്ള മരണം വേണോ? വാവാട് ഉസ്താദിന്റെ മയ്യത്ത് കണ്ടപ്പോ നീ കൊതിച്ചവനാ, അതിന്റെ ജനാസ കണ്ടപ്പോ കൊതിച്ചില്ലേടാ ചെറുപ്പക്കാരാ? എന്തൊരു മരണമല്ല, എന്തൊരു മരണമല്ല, എന്തൊരു ചിരിയല്ല, എന്തൊരു വെളിച്ചമല്ല. 3 കഷ്ടം വെള്ള തുണിയുടെ അടിയിൽ ഇങ്ങനെ കിടന്നപ്പോഴും ഉസ്താദ് പറഞ്ഞില്ലേ, പോകുമ്പോ ഇതുപോലെ പോകണേ, പോകുമ്പോ ഇതുപോലെ പോകണേ. കാണാമെന്നവർ പറയണം, മരിച്ചാൽ ഇതുപോലെ മരിക്കണം, മരിച്ചാൽ ഇതുപോലെ മരിക്കണം. കാണുന്നവര് പറയുന്ന രീതിയിൽ നല്ല ഒരു മരണം പേടിക്കടോ മുസ്ലിമേ. ജീവിച്ചിരിക്കുന്ന കാലത്തു നീ മഹാനാണെന്ന് പറയുന്നതിൽ കാര്യമില്ലടോ. പറയേണ്ടത് എപ്പോഴെന്നറിയോ? നിന്റെ മയ്യത്ത് കാണാൻ വരുന്ന 40 പേര് പറയണം, നീ നല്ലവനാണ്, നീ നല്ലവനാണ്, നീ നല്ലവനാണ്. നീ മരിച്ചെന്ന് കേൾക്കുമ്പോ 40 പേര് നിന്നെ കുറിച്ച് നല്ലത് പറഞ്ഞാ നീ രക്ഷപ്പെട്ടടാ. അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുമ്പോ ഒരു നല്ല മരണം വേണമെന്ന് കൊതിക്കുന്നവര്, ഈമാനുള്ള മരണം വേണോ? ഈമാനുള്ള മരണം വേണോ? ഈ ആയത്ത് നിങ്ങൾക്ക് പാരായണം ചെയ്യാൻ പറ്റുമോ? അല്ലാഹുവിന്റെ ഖുർആനിനെ ബഹുമാനിക്കാൻ പറ്റുമോ? അല്ലാഹു തരുന്ന പ്രതിഫലം പറയാ, എന്റെ കയ്യിൽ നിന്ന് വെറുതെ പറഞ്ഞതല്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയ മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു. സഅദ് തങ്ങളുടെ ചരിത്രം അറിയുമല്ലോ. 30ാമത്തെ വയസ്സിൽ മുസ്ലിമായി, 36ാമത്തെ വയസ്സിൽ വഫാത്തായ സഹാബിയ മഹാനായ സഅദ് തങ്ങൾ വഫാത്തായപ്പോ 6 കൊല്ലം മുസ്ലിമായി ജീവിച്ച സഹാബി മരണപ്പെട്ടപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാ. അല്ലാഹുവിന്റെ അർശ് പോലും കുലുങ്ങുകയാണ്. 6 കൊല്ലം മുസ്ലിമായി ജീവിച്ച ഒരു സ്വഹാബി മരിച്ചപ്പോ
അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാ. പടച്ചവനെ, എല്ലാവരും വേദനയിലാണ്, എല്ലാവരും പ്രയാസത്തിലാണ്. സഅദ് തങ്ങളുടെ മുഖത്തു വല്ലാത്ത സന്തോഷമാ, ചിരിച്ചുകൊണ്ട് കിടക്കുകയാണ്. ചുണ്ടിൽ പുഞ്ചിരിയാണ്, മുഖത്തു വല്ലാത്ത പ്രകാശമാണ്. കാണുന്നവര് പോലും അത്ഭുതത്തോടെ നോക്കുകയാണ്. മനോഹരമായ ഒരു മരണം അല്ലാഹു കൊടുത്തു, മനോഹരമായ ഒരു മരണം അല്ലാഹു കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? വാവാട് പള്ളിയിൽ ഒരു ദിവസം വിളിച്ചു പറയുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുമല്ലോ. നാട്ടുകാരും കുടുംബക്കാരും ജനങ്ങൾ മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമല്ലോ. വീടിന്റെ പരിസരത്ത് ടാർപ്പ വലിച്ചു കെട്ടി ചെറിയ ചൂടുള്ള വെള്ളം കൊണ്ടുവച്ചു. നിന്റെ ജനാസ കൊണ്ടുവന്ന് കുളിപ്പിക്കുമല്ലോ. അല്ലാഹുവേ, അതാ പടച്ചവനെ നല്ലതുപോലെ കുളിപ്പിച്ചു, നിന്നെ വുളുവെടുപ്പിച്ചു, നല്ലതുപോലെ തുടയ്ക്കുകയാണ്. എന്നിട്ട് വീടിനകത്ത് വിരിച്ചിട്ടിരിക്കുന്ന 3 കഷ്ടം വെള്ള തുണിയുടെ മുകളിൽ കൊണ്ടുവന്ന് നിന്നെ മലർത്തി കിടത്തുകയാ. എന്നിട്ട് കുറച്ച് പഞ്ഞിയെടുത്ത് സുഗന്ധം തേക്കുകയാണ്. മൂക്കിന്റെ ദ്വാരമോ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. ഇങ്ങനെ ഒരു ദിവസം നിനക്ക് വരാനുണ്ടടാ. വാവാട് പള്ളിയിൽ നിന്ന് മയ്യത്ത് കെട്ടിൽ വന്നോ, നിന്നെ കുളിപ്പിച്ചൊരുക്കി കൊണ്ടുവന്നോ. കാണേണ്ടവരൊക്കെ കണ്ടു, പൊതിഞ്ഞെടുത്തു വെക്കുമല്ലോ. ആരാടാ ചുമക്കേണ്ടത്? ആരാ വാപ്പമാരെ നിന്റെ ജനാസ ചുമക്കേണ്ടത്? കള്ളു കുടിക്കുന്നവനാണോ? വ്യഭിചരിക്കുന്നവനാണോ? നിസ്കരിക്കാത്തവനാണോ? അല്ലാഹുവിന്റെ ഖുർആനിനെ ബഹുമാനിക്കാത്തവനാണോ? ആരാ നിന്റെ ജനാസ ചുമക്കേണ്ടത്? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅദ് തങ്ങളുടെ ജനാസ കൊണ്ടുപോകുമ്പോ തള്ളവരളെ കുത്തിയിട്ട് നടക്കുകയാ. അവിടുന്ന് തള്ളവരളെ കുത്തിയിട്ട് നടന്നു പോവുകയാണ്. ജനാസ ചുമക്കുന്ന സ്വഹാബികൾ പറയുകയാ, ഭാരമില്ല, ജനാസയ്ക്ക് ഭാരമില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ജനാസയ്ക്ക് ഭാരമില്ല നബിയേ. തള്ളവരളെ കുത്തിയിട്ട് നടക്കുന്നത് കണ്ടല്ലോ നബിയേ, എന്തു പറ്റിയെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുമ്പോ റസൂലുള്ളാഹ് പറയുന്നു, സ്വഹാബാ, 70,000 മലക്കുകൾ ഇറങ്ങി വന്ന് സ്വഹാബാ, നടക്കാ സ്ഥലമില്ല സഹാബ, എനിക്ക് നടക്കാ സ്ഥലമില്ല സഹാബ. തള്ളവരളെ കുത്താനാണ് എനിക്ക് സ്ഥലം കിട്ടിയത്. സഅദ് തങ്ങളുടെ ജനാസ ചുമന്നത് മലക്കുകളാണ് സഹാബ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുമെന്ന് തീരുമാനമെടുത്തവർക്ക് പടച്ച റബ്ബ് തരുന്ന രണ്ടാമത്തെ പ്രതിഫലമാ മുസ്ലിമേ. ആകാശ ലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ വരികയാണ്. സൗദിയുടെ ഭരണാധികാരിയല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലടാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ മലക്കുകളുണ്ടല്ലോ. ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വരുന്ന ഒരു മരണം അല്ലാഹു നിനക്ക് തരികയാണ്. അത് മാത്രമല്ലല്ലോ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി ഖബർ കുഴിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവിടെ നിന്ന് ഖബർ കുഴിച്ചു കൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മണ്ണിന് പോലെ സുഗന്ധമാ, ഖബറിലെ മണ്ണിന് പോലും സുഗന്ധമാ. ആ മനുഷ്യൻ അത്ഭുതമാവുകയാണ്. അവിടെ നിന്ന് ഖബർ കുഴിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ഖബറിന്റെ പണി കഴിഞ്ഞപ്പോ അവസാനം മണ്ണ് വാരിയെടുക്കുകയാണ്. 6 അടി മണ്ണിന്റെ ഖബർ കുഴിച്ചിട്ട് അവസാന ഖബറിനകത്തിരുന്നിട്ട് അവിടെ നിന്ന് റബ്ബേ ഖബറിലെ മണ്ണ് വാരിയെടുക്കുകയാ.
കബർ കുടിച്ചവൻ പോലും കരയുകയാ, കബർ കുടിച്ചവൻ പോലും കരയുകയാ. അല്ലാഹുവേ, എന്തൊരു ഭാഗ്യമാ സഹോദരാ. ഈ നാട്ടിലെ പാവാട് കബർ കുടിക്കുന്ന മനുഷ്യനെ നിനക്കറിയുമെങ്കില് ചെന്ന് ചോദിക്കണോ, ചെന്ന് ചോദിക്കണോ. ആരുടെയെങ്കിലും ജനാസ കബറടക്കാൻ സാക്ഷാൽ വാവാട് ഉസ്താദിന്റെ കബർ കുടിച്ച മനുഷ്യനോട് ചോദിക്കണോ, എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും പ്രയാസം അനുഭവപ്പെട്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ലടോ മനുഷ്യാ, ഇല്ലടോ മനുഷ്യാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന മഹാരാ. എങ്ങനാ മനുഷ്യാ, കബറിലെ മണ്ണിന് പോലെ സുഗന്ധമല്ലേ, കബറിലെ മണ്ണിന് പോലെ സുഗന്ധമല്ലേ. അല്ലാഹുവേ, കബർ കുഴിക്കുന്ന മനുഷ്യന് മണ്ണ് വാരി മടിയിൽ വെക്കുകയാണ്. കബറടക്കി തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. രാത്രി നോക്കുമ്പോ അല്ലാഹുവേ, കസ്തൂരിയെ പോലെ വാസിക്കുകയാ. സഅദ് തങ്ങളുടെ കബറിനകത്ത് നിന്ന് വാരിയെടുത്ത മണ്ണുണ്ടല്ലോ, ആ മനുഷ്യന്റെ വീട് മുഴുവനും അവിടെ നിന്ന് വല്ലാത്ത സുഗന്ധമാ, വല്ലാത്ത സുഗന്ധമാ. അവസാനം ഈ കബർ കുടിച്ച മനുഷ്യനുണ്ടല്ലോ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വപ്നം കാണുകയാ, സഅദ് തങ്ങളെ സ്വപ്നം കാണുകയാ. അവിടെ നിന്ന് ചോദിക്കുന്നു, സഅദേ എങ്ങനെയാ സഅദേ, നീ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയല്ലോ, മലക്കുകൾ ഇറങ്ങി വന്നല്ലോ, മണ്ണിന് പോലെ സുഗന്ധമായിരുന്നല്ലോ. എങ്ങനെയാ ഈ പ്രതിഫലം കിട്ടിയത്, എങ്ങനെയാ ഈ പ്രതിഫലം കിട്ടിയത്? ഞാൻ നിനക്ക് വേണ്ടി കബർ കുടിച്ചവനാണല്ലോ, എനിക്കൊന്ന് പറഞ്ഞു തരുമോ സഅദേ? കബർ കുടിച്ച മനുഷ്യനവിടെന്ന് ചോദിക്കുമ്പോ സഅദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാ, ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പും ഞാൻ ഓതിയ പരിശുദ്ധമായ ഖുർആൻ, ഇതിനു പകരം എനിക്ക് അല്ലാഹു തന്ന പ്രതിഫലമാ എന്ന് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കുന്നവര്, ആ ഖുർആനിനെ ആദരിക്കുന്നവര്, ആ ഖുർആനിനെ സ്നേഹിക്കുന്നവര്, ആ ഖുർആനിനെ പാരായണം ചെയ്യുന്നവര്, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നബി മുഹമ്മദ് ബാഹിരി റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, പറയുകയാ, ആരെങ്കിലും ഖുർആനിലെ ഈ ആയത്ത് പാരായണം ചെയ്താ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരു മറയേ ഉള്ളൂ, അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരേ ഒരു മറയേ ഉള്ളൂ. ഏത് മറയെന്നറിയോ? ഏത് മറയെന്നറിയോ? ഈ ആയത്ത് പാരായണം ചെയ്താൽ, ഈ ആയത്ത് പാരായണം ചെയ്യുന്ന മനുഷ്യന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരേ ഒരു മറ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? മരിക്കണം. സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? മരിച്ചാലല്ലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ? അതോ ജീവിച്ചിരിക്കുമ്പോ പോവോ? നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? മരിക്കണം. ഈ ആയത്ത് പാരായണം ചെയ്യുന്ന മനുഷ്യൻ സ്വർഗത്തിൽ പോകണമെങ്കിൽ മരിക്കണം, സ്വർഗത്തിൽ പോകണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇനി പറ, ഓതുവോ? ഓതുവോ? ഇത്രയും നേരം ഓതുമെന്ന് പറഞ്ഞവനുള്ള പ്രതിഫലം, ഇനി ഓതാത്തവൻ അല്ലാഹു തരുന്ന ശിക്ഷ. അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഓതുമെന്ന് നീയത്തിയുന്നവരൊക്കെ കൈവക്ക്. അൽഹംദുലില്ലാ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്തേ ആയത്തെന്നറിയോ? ഏതായത്തെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ആയത്ത്, ആയത്തുൽ കുർസി. ഏതായത്ത്? ഏതായത്ത്? ഓത്.